ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു എയിൽ അക്കോമഡേഷനെ കുറിച്ചാണ്. അതായത് നമ്മൾ യു എയിലോട്ട് നമ്മൾ വിസിറ്റിംഗ് വിസയിലും ഒക്കെ വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് യു എ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലി റിലേറ്റീവ്സൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം അവർ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരുമായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ്, അതായത് നമുക്കിവിടെ കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ജോലി കിട്ടും എന്നുള്ള ഉറപ്പിൽ വിസിറ്റിംഗ് വിസയും കാര്യങ്ങളൊക്കെ എടുത്ത് യു എയിലോട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇഷ്യൂ ആണ് യു എയിലെ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യു എയിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അക്കോമഡേഷൻ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ യു എയിൽ റൂമൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ചിലപ്പോൾ ആഡൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ ഏതെങ്കിലും റൂമും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആ ആഡ് ഫേക്ക് ആയിരിക്കും. അല്ല, ആഡ് ഫേക്ക് അല്ലായിരിക്കും, പക്ഷേ നമ്മൾ അവിടെ ചെന്ന് ആ റൂമൊക്കെ നോക്കുമ്പോൾ ആ റൂം നമ്മൾ ആഡിൽ കണ്ടതുപോലെ അല്ലായിരിക്കും. ആഡിൽ നമ്മൾ കാണുന്നത് അത്യാവശ്യം നല്ല രീതിക്കുള്ള ലക്ഷറീസ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഒരു ആന കുതിര വ്യത്യാസം കാണും. ഇതിനെക്കാട്ടിലും ഏറ്റവും വലിയ വിഷയം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റൂം കാണിക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു ഏജൻറ്റ് കാണും. ആ ഏജൻറ്റിന് നമ്മൾ കമ്മീഷൻ കൊടുക്കണം. ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. അതായത് യു എയിൽ നമ്മൾ അക്കോമഡേഷൻ നോക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ അധികം കാര്യങ്ങളാണ്. ഇതിലൊന്നും പെടാതെ നമുക്ക് യു എയിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള അക്കോമഡേഷൻ, അതായത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അക്കോമഡേഷൻ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു എയിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് ഈ അക്കോമഡേഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക എന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, അതിനായിട്ട് റെൻറ്റിറ്റ് ഓൺലൈൻ എന്നുള്ള ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇതിൻ്റെ അകത്ത് കാർ റെൻ്റലുണ്ട്, പ്രോപ്പർട്ടി റെൻ്റലുണ്ട്, റൂം റെൻ്റലുണ്ട്, അങ്ങനെ കുറേ അധികം റെൻ്റൽ സർവീസസ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ കാണാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ വേണ്ടത് റൂം റെൻ്റലാണ്. അതുകൊണ്ട് തന്നെ റൂം റെൻ്റൽ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓൾ റൂം റെൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ ഓപ്ഷൻ നമുക്കൊന്ന് ആദ്യമേ ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. അതായത് യു എയിലുള്ള എല്ലാ എമിറേറ്റ്സും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏത് എമിറേറ്റ്സിലാണോ റൂം വേണ്ടത് ആ എമിറേറ്റ്സ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് അബുദാബിയാണ്. അബുദാബി സെലക്ട് ചെയ്യുന്ന സമയത്ത് അബുദാബിയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മിക്ക റൂമുകളും നമുക്ക് ഈ വെബ്സൈറ്റിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ റൂമുകളുടെ റെൻറ്റും കാര്യങ്ങളെല്ലാം തന്നെ അവരവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള റൂമുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് ബെഡ് സ്പേസും സ്റ്റുഡിയോയും പോലുള്ള എല്ലാ തരത്തിലുള്ള റൂം റെൻറ്റുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിന് തൊട്ടടിയിൽ ഒരു ഫിൽട്ടർ ഓപ്ഷൻ ഉണ്ട്. ഫിൽട്ടർ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എമിറേറ്റ്സും അതുപോലെ തന്നെ സബ് കാറ്റഗറിയും പിന്നെ റെൻ്റൽ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അത് വെച്ചും നമുക്ക് ഫിൽട്ടർ ചെയ്ത് റൂമുകൾ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ബാക്കിലോട്ട് പോയി റൂംസ് ഇൻ അപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോഴും എമിറേറ്റ്സ് ചോദിക്കും. എമിറേറ്റ്സ് ഏതാണോ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പാർട്ട്മെൻറ്റൽ ബേസിലുള്ള റൂമുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതും അതിൻ്റെ അകത്ത് റെൻറ്റും അതുപോലെ തന്നെ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമുക്കവിടെ കാണാം. അതായത് കോൾ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യണമെങ്കിൽ മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ വാട്സപ്പ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ബിൽഡിംഗ് ഇരിക്കുന്ന എക്സാക്റ്റ് ലൊക്കേഷനും നമുക്കത് ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റൂമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കത് ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. ഇനി നമുക്ക് റൂംസ് ഇൻ വില്ല എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില്ലകളിലുള്ള റൂമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മന്ത്ലി എമൗണ്ടും റെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് മാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫിൽട്ടർ ഓപ്ഷനാണ്. ഇത് ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ അധികം കാറ്റഗറികളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഈ കാറ്റഗറികളൊക്കെ, അതായത് നമ്മുടെ പ്രൈസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. അതായത് ബാത്റൂം എത്ര വേണം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് മെൻഷൻ ചെയ്യാം. മെൻഷൻ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ റൂമുകൾ അപ്ലൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് റൂം റെൻറ്റ് മാത്രമല്ല, നമുക്ക് കാർ റെൻറ്റ്, പ്രോപ്പർട്ടി റെൻറ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് റെൻ്റലായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, എങ്ങനെയാണ് യു എയിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ കണ്ടെത്തുക, അതായത് കമ്മീഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഒരു റൂം കണ്ടെത്താനായിട്ട് സാധിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു. യു എയിലെ റൂമൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ യു എയിലോട്ട് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർ ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് അവർക്കൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, ഏതായാലും ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഏതായാലും നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.